ഇനി കാസർഗോഡേക്കാണ് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നോ? ഈ ട്രയൽ റൺ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? ഏതെല്ലാം നേതാക്കളുണ്ട്? എത്ര കിലോമീറ്ററാണ് അവിടെയുള്ളത്? റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും നേരത്തെ തന്നെ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും വലിയ ഒഴുക്കുണ്ട്. ഇപ്പോൾ ട്രയൽ റൺ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. മനുഷ്യച്ചങ്ങല കണ്ടുചേർന്നിരിക്കുന്നു. 5 മണിക്കാണ് ഔദ്യോഗികമായി മനുഷ്യച്ചങ്ങല കണ്ടുചേരുക. അതിനു മുമ്പ് തന്നെ വലിയ പങ്കാളിത്തം യുവജനങ്ങളുടെയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെ നേരത്തെ തന്നെ ഇവിടെ അണിനിരന്നിരുന്നു. ഇവിടെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമാണ് ആദ്യ കണ്ണിയാവുക. അതിനുശേഷം പൊതു യോഗം ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ വലിയ പ്രവർത്തകരുടെ ഒഴുക്കുണ്ട്. അവർ ഡിവൈഎഫ്ഐയുടെ സംഘടനാ ശേഷി പരമാവധി ഉപയോഗിച്ച് അവർ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഈ സമരത്തിലേക്ക് അണിനിരത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര അവഗണന, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ രാഷ്ട്രീയ പ്രതിരോധമാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്താകെ 20 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ടുള്ള, നേരത്തെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു ഐതിഹാസിക സമരം എന്ന രൂപത്തിലൊക്കെ വിശേഷിപ്പിച്ച ഡിവൈഎഫ്ഐ ഇതിനെ കാണുന്നത്. അത്തരത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു രാഷ്ട്രീയ സമരത്തിന് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയ നീക്കത്തിന് ആ രീതിയിൽ കൂടി പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി അവരുടെ ശക്തി പ്രകടനം, നമുക്കറിയാം ഡിവൈഎഫ്ഐക്ക് നമ്മുടെ സംസ്ഥാനത്ത് വലിയ സംഘടനാ ശേഷിയുള്ള സംഘടനയാണ്. അവർ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ 1 മാസം മുമ്പ് തന്നെ നടത്തിയിരുന്നു. യൂണിറ്റ് തലങ്ങളിലും അവരുടെ വിവിധ ഘടകങ്ങളിലും അതിനും സംബന്ധിച്ച് ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ പൊതുജനങ്ങളെ ഉൾപ്പെടെ വിവിധ തരത്തിൽ ഈ പരിപാടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മനുഷ്യച്ചങ്ങലയുടെ ബാനറൊക്കെ പിടിച്ച് കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. എ റഹീമാണ് ഇവിടെ ഈ മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയാവുക. ഇപ്പോൾ അവർ അണിനിരന്നിട്ടുണ്ട്. 5 മണിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഔദ്യോഗികമായി മനുഷ്യച്ചങ്ങല കണ്ണിച്ചേരും. നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം, CPIM-ന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാസർഗോഡ് അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.